കരമടച്ച രസീത് വല്ലതും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റുമോ? അല്ല മറ്റേ പെമ്പിള്ളേരെല്ലാം കൂടെ കേസ് കൊടുത്തതേ, ഞാൻ മറ്റേ ജംഗ്ഷനിൽ പൈപ്പിന്റെ മുട്ടി എന്ന് കുളിച്ചെന്നും പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തായിരുന്നു. ഓ ഓ ഓ ഓ എവിടെ ഇരിക്കുന്ന ഇപ്പൊ എന്തോന്നാ നെയ്യാറ്റിക്കര കോടതി ഇരിക്കണ എന്തോന്ന് കേസ്? പെണ്ണുങ്ങളെ കുളിക്കട വേറെ കുളിച്ചെന്നാ? നമ്മളിത് എല്ലാരും ഇങ്ങനെ എങ്ങനെ മാമാ, ഇത് ഒരാളെങ്കിലും വേണ്ട ഇത് കരമടച്ച രസീതെങ്കിലും കൊണ്ടുവരാൻ ഒരാളെങ്കിലും വേണ്ട. ഞാൻ വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. വെരി ബാഡ് മിസ്റ്റർ മകേഷ്, ഇത് എന്തുവാ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? എത്ര പേരാ തനിക്കെതിരെ പരാതി എന്ന് അറിയാമോ? 240 പെണ്ണുങ്ങളാ നിനക്കെതിരെ പരാതി. ഞാൻ വായിച്ചു തരാം. സിന്ധു രമണി ഗിരിജ വേണു രാഘവ. അതായത് രാഘവ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അതങ്ങ് സൂചിച്ചില്ലല്ലേ? ഇതിൽ പ്രധാന കേസ് കൊടുത്ത മഞ്ജുവിന്റെ ഭർത്താവാണ് രാഘവൻ. പുള്ളി അങ്ങ് ഗൾഫിലാണ്. അവിടെ നിന്ന് പരാതി ഫാക്സായിട്ട് അയച്ചിരിക്കുകയാണ് ഇവിടെ. പിന്നെ മഞ്ജുവിന്റെ പരാതി വേറെ ഒന്നുമല്ല, മാങ്ങാങ്കുടി എന്ന് പറയുന്ന അവളെ വീട്ടിന്റെ ഫ്രണ്ടിൽ പൈപ്പും ചൂട്ടി നിന്ന് താങ്കൾ കുളിക്കുന്നു. ഇതാണ് പരാതി. ഞാൻ ഒരു കാര്യം പറയട്ടെ മാഡം. അതായത് ഞാൻ ഈ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ജുവിന്റെ വീട്ടിന്റെ പിറകോശത്തെ കിണറിന്റെ മൂട്ടിൽ നിന്ന് ഈ മഞ്ജു കുളിക്കുന്നത്. ഞാൻ മാറി പോസ്റ്റിന്റെ മുട്ടി പമ്മി നിന്നല്ലാതെ ആരടുത്ത് ഞാൻ ഒരു പരാതിയും പറഞ്ഞില്ല. എനിക്ക് അങ്ങനെ പരാതി പറയേണ്ട കാര്യം. നമ്മുടെ ദൈവം പാതി ഞാൻ പാതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ.